ഇപ്പോൾ CPM നേതാവ് പി ജയരാജൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ പി ജയരാജൻ, കൂത്തുപറമ്പ് രക്തസാക്ഷികൾക്കൊപ്പം ഇപ്പോൾ പുഷ്പനും ജ്വലിക്കുന്ന ഓർമ്മയായി മാറുകയാണ്. എങ്ങനെ ഓർത്തെടുക്കുന്നു പുഷ്പൻ എന്ന വ്യക്തിയെ? പുഷ്പൻ അക്ഷരാർത്ഥത്തിൽ ഒരു പോരാളിയായിരുന്നു. 94 നവംബർ 25 തീയതി അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യം കണ്ടു. അന്നത്തെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF ഗവൺമെന്റ് നടത്തിയ വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരായി യുവജനങ്ങളുടെ പ്രതിരോധം പ്രകടിപ്പിക്കാൻ കരിങ്കടിയുമായി മാത്രം കൂത്തുപറമ്പിൽ എത്തിയിട്ടുള്ള DYFI സഖാക്കളെ അതിനിഷ്ഠൂരമായിട്ടാണ് അന്നത്തെ പോലീസ് നേരിട്ടത്. അന്ന് വെടിയേറ്റ 5 സഖാക്കളാണ് രക്തസാക്ഷിയായി. സഖാവ് പുഷ്പൻ ജീവിക്കുന്ന രക്തസാക്ഷിയായി. അന്ന് അദ്ദേഹം കാണിച്ച വീര്യം 30 വർഷമായി ഇപ്പൊ നമ്മെ വേറിടുന്ന സമയം വരെ ആ പോരാട്ട വീര്യം അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു. ഇതുപോലെയുള്ള ഒരു അവസ്ഥയിൽ ചെയ്യാവലംബിയായി കഴിയേണ്ടി വരുന്ന ഒരു രോഗിയായിട്ടല്ല പുഷ്പനെ നമുക്ക് കാണാനായത്. അദ്ദേഹം യാതൊരു അസംതൃപ്തിയും കൂടാതെ തന്റെ പ്രസ്ഥാനത്തെയും താൻ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തെയും എപ്പോഴും തന്റെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചു എന്നതാണ് പുഷ്പന്റെ ഒരു പ്രത്യേകതയായി എനിക്ക് തോന്നിയിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുഷ്പനെ പോയിരുന്നു. അപ്പോൾ അദ്ദേഹം വിളിച്ചു സംസാരിക്കാൻ പറ്റിയില്ല. കാരണം അത്രമേൽ അവസനായിരുന്നു അന്ന്. നമ്മെ വേർപെട്ടിരിക്കുകയാണ്. പുഷ്പൻ ആശുപത്രി കിടക്കലടക്കം ഡോക്ടർമാർക്ക് ഒരു അത്ഭുതമായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിന്റെ മനോദാർഢ്യം. ആ മനോദാർഢ്യത്തിന് മുമ്പിൽ, അദ്ദേഹത്തിന്റെ ഉജ്ജ്വലമായ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു. നന്ദി ശ്രീ പി ജയരാജൻ പ്രതികരിച്ചതിന്.